നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ബെറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് ബെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലമായിട്ട് വലിയൊരു എമൗണ്ട് ഇതുവരെ എനിക്ക് ഈ ബെറ്റിംഗ് ആപ്പ് യൂസ് ചെയ്തിട്ട് വിൻ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഈ ഫാൻറ്റസി ആപ്പ് പോലെയുള്ള ബെറ്റിംഗ് ആപ്പിൽ നിങ്ങൾ പോയി ബെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വലിയൊരു എമൗണ്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നുള്ളത് നിങ്ങൾക്കറിയോ? 0.0000067% മാത്രമാണ് നിങ്ങൾ ഇതിൽ വലിയൊരു എമൗണ്ട് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ഇന്ത്യയിൽ ഇല്ലീഗൽ ബെറ്റിംഗ് നടത്തുന്ന ആപ്പുകളുടെ 123 കോടി രൂപയാണ് റീസെൻ്റ്ലി എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രീസ് ചെയ്തത്. പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് 1867 അടിയിൽ ഇന്ത്യയിൽ ബെറ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലാണ്. പക്ഷേ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ബെറ്റിംഗ് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളത്? ആസ് പെർ ഗവൺമെൻറ് റൂള് നിങ്ങളുടെ സ്കില്ല് യൂസ് ചെയ്തിട്ട് ബെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഗെയിം ഓഫ് സ്കില്ല് എന്നാണ് പറയുക. മറിച്ചിട്ട് നിങ്ങൾ ലക്ക് യൂസ് ചെയ്തിട്ടാണ് ബെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ ഗെയിം ഓഫ് ലക്ക് എന്നാണ് പറയുക. ഈ ഗെയിം ഓഫ് ലക്കാണ് ഇന്ത്യയിൽ ഇല്ലീഗലായിട്ട് വരുന്നത്. പക്ഷേ ഈ ഗെയിം ഓഫ് ലക്ക് എന്താണെന്നുള്ളത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വ്യക്തമായിട്ട് ഇതുവരെ വിവരിച്ചിട്ടില്ല. 1867 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പബ്ലിക് ഗാംബ്ലിംഗ് ആക്ട് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുത്തു. ഇത് 7th ഷെഡ്യൂളിൻ്റെ അടിയിലാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്റ്റേറ്റുകൾക്ക് ഇതിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ചസുകളൊക്കെ കൊണ്ടുവരുത്താൻ പറ്റുന്നതാണ്.